18-ാം നൂറ്റാണ്ട്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൂത്തു നടക്കുകയായിരുന്നു. കൂത്തിനിടയ്ക്ക് മിഴാവ് കൊട്ടുന്നയാൾ ഇറങ്ങിപ്പോയി. കൂത്തു പറയുന്ന ചാക്യാർ ഇത് കണ്ടു. ചാക്യാർ മിഴാവ് കൊട്ടുന്നയാളെ കണക്കിന് പരിഹസിച്ചു. മിഴാവ് കൊട്ടിയയാൾക്ക് അത് കേട്ട് ദേഷ്യം വന്നു. നാട്ടുകാരുടെ മുമ്പിൽ വച്ച് തന്നെ പരിഹസിച്ച ചാക്യാരോട് പകരം വീട്ടാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം അന്നു തന്നെ ഒരു പുതിയ കലാരൂപം ഉണ്ടാക്കി. പിറ്റേ ദിവസം പതിവ് പോലെ അമ്പലത്തിൽ ചാക്യാർ കൂത്തു തുടങ്ങി. അതേസമയം മിഴാവ് കൊട്ടുകാരൻ മറ്റൊരു വേദിയിൽ പുതിയ കലാരൂപം അവതരിപ്പിച്ചു. അപ്പോഴും കൂത്ത് കാണാൻ വന്നവരൊക്കെ പുതിയ കലാരൂപം കാണാൻ പോയി. കൂത്ത് കാണാൻ ആരുമില്ലാതെ ചാക്യാർ ആകെ നാണം കെട്ടു. ചാക്യാരോട് പകരം വീട്ടിയ മിഴാവ് കൊട്ടുകാരൻ ആരെന്ന് പിടികിട്ടി കാണുമല്ലോ. അതെ, കുഞ്ചൻ നമ്പ്യാർ തന്നെ. അദ്ദേഹം ഉണ്ടാക്കിയ പുതിയ കലാരൂപവും തുള്ളലും. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ആരംഭത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കാറുള്ള കഥയാണ്. കഥയിലെ സത്യം എന്തായാലും തുടക്കം മുതലേ തുള്ളൽ സാധാരണക്കാരെ ആകർഷിച്ചിരുന്നു എന്നതിൽ തർക്കം. എല്ലാവരും തുള്ളൽ ആസ്വദിക്കണം എന്നതായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ ആഗ്രഹം. അതുകൊണ്ട് സാധാരണക്കാരുടെ ലളിത മലയാളത്തിലാണ് കുഞ്ചൻ തുള്ളലുകൾ എഴുതിയത്. ഒപ്പം സമൂഹത്തിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പരിഹസിക്കുകയും അദ്ദേഹം ചെയ്തു. രാജാവിനെയും പടയാളികളെയും ഒന്നും പരിഹസിക്കാൻ നമ്പ്യാർ മടിച്ചില്ല. പ്രത്യേക വേഷം ധരിച്ച് തുള്ളൽക്കാരൻ താളമേളങ്ങളോടെ തുള്ളൽ പാട്ട് പാടി അഭിനയിക്കുകയാണ് ചെയ്യുക. 3 തരം തുള്ളലുകളുണ്ട്: ഓട്ടം തുള്ളൽ, ശ്രീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ. പതിഞ്ഞ മട്ടിൽ പാടേണ്ടതാണ് പറയൻ തുള്ളൽ. ശ്രീതങ്കൻ തുള്ളലിന് അതിലും വേഗത്തിൽ പാടണം. ഏറ്റവും വേഗത്തിൽ പാടുന്നത് ഓട്ടം തുള്ളലിനാണ്. ഓരോ തുള്ളലിലും തുള്ളൽക്കാരൻ അണിയുന്ന വേഷം വ്യത്യാസമാണ്. കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി എഴുതി അഭിനയിച്ച തുള്ളൽ കല്യാണ സൗഗന്ധികമാണ്. അതിനുശേഷം ധാരാളം തുള്ളലുകൾ നമ്പ്യാർ രചിച്ചു. അതിൽ പ്രധാനപ്പെട്ട ചില തുള്ളലുകൾ ഇതാണ്: ഘോഷയാത്ര, കിരാതം, നളചരിതം, ഗണപതി പ്രാതൽ, കാളിയമർദ്ദനം, ത്രിപുരദഹനം. തുള്ളൽ കൃതികൾ കൂടാതെ വേറെയും ധാരാളം കൃതികൾ നമ്പ്യാർ രചിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ചരിതം, മണിപ്രവാളം, പഞ്ചതന്ത്രം, ശിവപുരാണം, ഏകാദശി മഹാത്മ്യം, കിരാതം, വഞ്ചിപ്പാട്ട് തുടങ്ങിയവയെല്ലാം നമ്പ്യാരുടെ കൃതികളാണെന്നാണ് പണ്ഡിതരുടെ അഭിപ്രായം. ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവർ മലയാളത്തിലെ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നു. കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരാണ് മലയാളത്തിലെ ആധുനിക കവിത്രയം. 1700 മുതൽ 1770 വരെയാണ് നമ്പ്യാരുടെ ജീവിതകാലം എന്ന് കരുതപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലമായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അമ്പലപ്പുഴയിൽ വച്ച് പേപ്പട്ടി കടിച്ചാണത്രേ അദ്ദേഹം മരിച്ചത്.